ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തുദ്ദേശത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് വ്യക്തി തയ്യാറാണോ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റും ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷം നിങ്ങൾ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. Dear Archangels, my spirit guide, please give me the right guidance for you. Please give me the right answer. ഈ ഒരു നിമിഷം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഓർക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഫിനാൻഷ്യലി എന്തെങ്കിലും ലയബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊരു പക്ഷേ നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. ഒരുപക്ഷെ ഫാമിലി ആയിരിക്കാം. സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടി ആ വ്യക്തിക്ക് ലയബിലിറ്റി ആയിട്ട് വരുന്നുണ്ടാവും. ഒരുപക്ഷെ കുട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. കൂടാതെ ആ വ്യക്തിൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കൂടാതെ നിങ്ങളെക്കാൾ മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ ആ വ്യക്തിക്ക് ലയബിലിറ്റി ആവുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നശിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കണമെന്ന് ആ വ്യക്തി വിചാരിച്ചപ്പോഴൊന്നും തന്നെ അതൊന്നും നടന്നിട്ടില്ല. അതാണ് റിവേഴ്സ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ട്രോമാസ് ഉണ്ടായിരിക്കാം. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളുടെ അടുത്ത് ചീത്ത വാക്കുകൾ പറയുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ വഴക്കുകൾ നടക്കുന്നുണ്ടായിരിക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡും റിവേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഒരു ഹോപ്പും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓവർ തിങ്കിങ് ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണുള്ളത്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷനും വർക്കാകുന്നില്ല. അതായത് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അത് സാധിക്കുന്നില്ല. അതിനുള്ള അവസരം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവസരം കിട്ടിയാലും നിങ്ങളുടെ അടുത്ത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. പരസ്പരം സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണത്. പക്ഷേ ആ ഒരു സപ്പോർട്ട് പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. രണ്ടുപേരും പരസ്പരം മനസ്സറിയുന്നുമില്ല. ആ ഒരു സിറ്റുവേഷനാണുള്ളത്. അത് മനഃപൂർവ്വം മനസ്സറിയാൻ ശ്രമിക്കാത്തതല്ല, ആ വ്യക്തിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആ വ്യക്തി പറയുന്നത് പോലെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നില്ല. ചില പേരുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് നിങ്ങളും നിൽക്കുന്നില്ലായിരിക്കാം. ഇവിടെ ആ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡിവൈനോട് ചോദിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. പവർ ഉപയോഗിക്കുക. നിങ്ങളെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ചേഞ്ച് ആവുന്നതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കട്ട് എനർജി കൊടുത്ത് ആ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ആ ഒരു പേഴ്സൺ, ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി വേറെ എന്തൊക്കെയോ സിറ്റുവേഷനിൽ ട്രാപ്പഡായി പോയി
അതായത് നിന്നു പോവുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് വ്യക്തിക്ക് ഫീലിങ്സ് വരുന്നത്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. തികച്ചും ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ പേഴ്സൺ ഉള്ളത്. മറ്റു ആരോ വ്യക്തിയെ നിർബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റുന്നു, നിർബന്ധിക്കുന്നു, പ്രഷർ ചെലുത്തുന്നു. ആ വ്യക്തി ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഹെൽപ്ലെസ് ആണെന്നുള്ളത്. ഇവിടെ വീണ്ടും ദ ഫൂൾ എന്നൊരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോപ്പും ഉണ്ടാകുന്നില്ല, ഒരു ഫെയ്ത്ത് ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തിയുടെ കെയർലെസ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത്. ആ വ്യക്തി ശ്രദ്ധിക്കാതെ ആ വ്യക്തിയുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബന്ധം തന്നെ ഉലഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ അതൊന്നും ആ വ്യക്തി മുഖവിലയ്ക്ക് എടുക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കാം ആ വ്യക്തി കുറ്റം ചാരുന്നത്. നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ പേഴ്സൺ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ മനസ്സിലെ വിചാരങ്ങൾ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്. ആ വ്യക്തി മനസ്സ് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ആർക്കും പ്രോബ്ലംസ് ഉണ്ടാകാതെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇവിടെ അതിനുള്ള കാരണം ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുള്ളത്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാളുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിക്ക് ചില സമയങ്ങളിൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്, റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവിടെ ഫോർ ഓഫ് സ്പേഡ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ കാലങ്ങളായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വർഷങ്ങളായി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് സിറ്റുവേഷനിലായിരിക്കാം. ഈ വ്യക്തി കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ ഇത് ശരിയാകും എന്നൊരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു ഫോർ ഓഫ് സ്പേഡ് എന്നൊരു കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത്. പുറത്ത് നടക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ശരിയാകുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കാം എന്നുള്ളത്. സെവൻ ഓഫ് പെന്റക്കിൾസും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ മനഃപൂർവ്വം ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്നുള്ളത്. മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. മറ്റൊരാൾ കാരണമാണ് ഞാനിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിക്കോളും. പക്ഷെ അവിടെ ഒരു ഒരു ഉറപ്പ് ഈ വ്യക്തി പറയുന്നുമില്ല. ഇവിടെ സപ്രഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കും അവിടെ പ്രോബ്ലംസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വഴക്കുകൾ ഉണ്ടാക്കുകയും നിങ്ങൾ ചീത്ത പറയുകയും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ആ ഒരു വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അത് ആരോടത്തും പറയുന്നില്ല. നിങ്ങളുടെ അടുത്ത് പോലും ആ വ്യക്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ പറയണമെന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് പറയാനും ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ്. അതാണ് സെപ്പറേഷൻ എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു അബണ്ടൻസ് തരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടായിരിക്കാം. പാസ്റ്റ് ലൈഫിലായിരിക്കാം ആ ബന്ധമുള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഈ ഒരു ജന്മത്തിലും കണക്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേറൊരു വ്യൂയിലൂടെ നോക്കിക്കാണുകയാണ്. തികച്ചും ആ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അല്ലെങ്കിൽ ലോക്ക്ഡ് ആണ്, ട്രാപ്പ്ഡ് ആണെന്നുള്ളത് തന്നെയാണ് ഇവിടെ സപ്പോർട്ടിങ് കാർഡും പറയുന്നത് തന്നെയാണ്. ആ വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് പുറത്തേക്ക് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളും ആ വ്യക്തിയും അതിർവരമ്പുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി അതിനുള്ളിലായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ പുറത്തു നിന്ന് ഈ വ്യക്തിയെ നോക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒരു സൗഹൃദമെങ്കിലും ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം.
നിങ്ങൾ അത്രമാത്രം ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി വിട്ടുകളയാനോ ഈ വ്യക്തിയോട് സംസാരിക്കാതിരിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് തികച്ചും സ്നേഹം നിറഞ്ഞൊരു സൗഹൃദം മാത്രമായിരിക്കാം. ഈ വ്യക്തിയിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ഏറെയും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഫ്രസ്ട്രേഷൻസ് എല്ലാം നിങ്ങളുടെ അടുത്ത് തീർക്കാൻ ചെയ്യുന്നത്. നിങ്ങൾക്കപ്പോൾ യാതൊരു വാല്യൂവും തരുന്നില്ല ഈ പേഴ്സൺ. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തികച്ചും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്നേഹത്തിലായിരുന്നിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ തിരികെ വരാനായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അത് നിങ്ങൾക്ക് തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ സംസാരിച്ച് ഈ വ്യക്തി പോകുന്നു, പിന്നെ കുറേ നാളത്തേക്ക് ഈ വ്യക്തിയെ കാണുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു സംസാരവും പ്രോപ്പറായിട്ടുള്ള ഒരു അംഗീകാരവുമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയും വളരെയധികം ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ ദുഃഖിതയായിട്ടാണ് നിൽക്കുന്നത്. ആ വ്യക്തിക്കും ആ വ്യക്തിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും ഉണ്ട്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലകൊള്ളുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ട്രാപ്പഡ് ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ഇൻറ്റൻഷനാണുള്ളത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ, ഈവിൾ ഐ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് മറ്റുള്ള ആൾക്കാർ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇവിടെ കാണുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിക്ടറി ആണ്. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ആളിനെ വിട്ടുകളയാനായിട്ട് വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ ഫേം ഫൗണ്ടേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല ഒരു ഫൗണ്ടേഷനിലേക്ക് വരുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ വിശ്വസിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഈ വ്യക്തി പ്രതീക്ഷ വയ്ക്കുമ്പോഴും അവിടെ ആ വ്യക്തിയുടെ മനസ്സിൽ പ്രോബ്ലംസ് ഉണ്ടാവുമോ, പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതായിരിക്കാം. കാരണം നിങ്ങളുമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾ തമ്മിലും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ടും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഹാർമണി എന്ന് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രാപ്പഡ് ആയിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സ് ആണ് ആ വ്യക്തിക്കുള്ളത്. യെസ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റിന് ഭാഗ്യവശാൽ ഫൗണ്ടേഷൻ ആൻഡ് ദ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഫെർട്ടിലിറ്റി എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് പുതിയൊരു ആശയത്തിലൂടെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് സാധ്യമാകുന്ന സിറ്റുവേഷനിലൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ടായിരിക്കാം. അതായത് ഈ വ്യക്തിക്ക് സാധ്യമാകുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിച്ച് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാമെന്നുള്ളത് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നതും ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള, അതായത് ഒരു സംസാരം പോലും ഉണ്ടാവുന്നില്ല. പക്ഷേ ആ വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്കും വേണ്ടത്. കാരണം വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കും. ഇവിടെ ഫെർട്ടിലിറ്റി എന്ന് പറയും പുതിയൊരു ആശയങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാണ്. അത് നിങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു ആശയം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എസ് കിട്ടിയിട്ടുണ്ട്, സി കിട്ടിയിട്ടുണ്ട്, ഒ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്, എൽ എന്ന് കിട്ടിയിട്ടുണ്ട്, ബി എന്നാണ് കിട്ടിയിട്ടുള്ളത്, ഇസഡ് എന്ന് കിട്ടിയിട്ടുണ്ട്, ആർ എന്ന് കിട്ടിയിട്ടുണ്ട്, എം, എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്, എച്ച്, ഇ,
എൻ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. കളേർഡ് ഹെയർ, വ്യക്തി കളർ ചെയ്തിട്ടുണ്ടാവാം ഹെയർ. പിങ്ക് കളറ്. 23 നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ. ആർക്കേഞ്ചൽ ഏരിയൽ. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ ഏരിയലിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആർക്കേഞ്ചൽ ഏരിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയാം. അർജൻറ്റ് മണി വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. സൺഡേ എന്ന് കിട്ടിയിട്ടുണ്ട്. 21 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം. സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടോറസ്. ലോങ് ഹെയർ. 26 ബർത്ത് ഡേറ്റ് ആവാം. മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻസർ. സിറ്റി എറണാകുളം. സാജിറ്റേറിയസ്. ലവ് പ്രണയമുണ്ട് ആ പേഴ്സണ്. സ്കോർപിയോ. 7 എന്നൊരു ഡേറ്റ്. അപ്പം ഇത്രയും ക്ലൂസ് ആണുള്ളത്. നിങ്ങൾക്കത് റിസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട്. മലപ്പുറം, തിരുവനന്തപുരം, കണ്ണൂർ, തൃശ്ശൂർ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലുള്ള ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പ്ലേസസ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്യുക. എന്താണ് ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക. എ ഇയർ ഫ്രം നൗ. ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്കത് നടന്നു കിട്ടുക. അപ്പോൾ രണ്ടാമത്തേത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾ ഹെൽപ്പ് മറ്റുള്ളവരോട് ചോദിക്കുക എന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു അനുബന്ധമായിട്ടാണ് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വെയിറ്റ് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ. മൂന്നാമത്തേത് നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിൽ പറയുക. എന്തായിരിക്കും ആൻസർ എന്നുള്ളത്? ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക. ഏഞ്ചൽ പറയാൻ റെഡിയാണ്. എന്താണ് ആൻസർ? അപ്പോൾ ഏഞ്ചൽ റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട്. റിക്കൺസിഡർ. നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, എന്ത് സബ്ജക്റ്റ് ആണോ, അത് ഒന്നുകൂടി നിങ്ങൾ പരിഗണിക്കണം എന്നുള്ളത്. അതായത് ഒരു പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ജോബിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നുകൂടി നിങ്ങൾ നോക്കുക. പ്രണയമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ വ്യക്തിയെ പരിഗണിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറയുന്നത് അബണ്ടൻസ് എന്നുള്ളതാണ്. സൗഭാഗ്യമാണ് കിട്ടുന്നത്. അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ജോബ്, കരിയർ, എന്ത് കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.